രാത്രി വീട്ടിൽ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴാട്ടോ വിഷ്ണുട്ടൻ വിളിച്ചു പറഞ്ഞു കുഞ്ചുസ് ഒന്ന് റെഡി ആവുക, നമുക്ക് അമ്പലപ്പുഴ പോയിട്ട് വരാം, കുറച്ച് ഫ്രൂട്ട്സും മേടിക്കാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ റെഡിയായിട്ട് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ പാടത്ത് കൊയ്ത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 9 മണിയായിട്ട് അവർ കൊയ്ത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലപ്പുഴ വന്നു, അവിടെ ഇറങ്ങി. അപ്പോൾ അമ്പുടിന് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന വിചാരിക്കേണ്ട, അവിടെ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. അപ്പോൾ ആദ്യം അവിടെ ഉണ്ടായിരുന്ന സ്ട്രോബെറീസ് ചേട്ടന്മാരെടുത്ത് കഴുകി കൊടുത്തു അവന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ നോക്കിയപ്പോൾ തന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സീതാപ്പഴം. ഞങ്ങൾ സീതാപ്പഴം എന്നാട്ടോ പറയണം, പക്ഷെ ഒന്നും പഴുത്തിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് ഓറഞ്ചും മുന്തിരിയും ആപ്പിളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ ബേക്കറി ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും കഴിക്കില്ല കേട്ടോ. അമ്പുടു ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഫ്രൂട്ട്സാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്രൂട്ട്സാണ് അധികം മേടിച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങി അപ്പം തന്നെ കഴുകി ആശാൻ അവിടെ നിന്ന് തന്നെ ഒരു 3-4 എണ്ണം കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് കഴിക്കാൻ പോകുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അവസാനമായിട്ടും പറഞ്ഞു നമുക്കെന്നാൽ ചിക്ബി പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ അമ്പലപ്പുഴ ചിക്ബിയിലേക്ക് വിട്ടു. ഞങ്ങൾ എപ്പോഴൊന്നും ബ്രോസ്റ്റ് കഴിക്കുന്നവരല്ല ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഓർത്തുനിന്ന് പോയിട്ട് വരുന്നത്. ഇപ്പം അമ്പുട് ഇരുന്നിട്ട് എന്നോട് ഉൽക്കാല എന്നുള്ള അവൻ്റെ ആ ഒരു ഫേവറേറ്റ് പാട്ടുണ്ടല്ലോ, അത് പാടുകയാണ്. ഞാൻ പാടുമ്പോൾ എൻ്റെ കൂടെ പാടണ്ട, അത് എൻ്റെ പാട്ടാ, അത് അമ്മയുടെ പാട്ടല്ല എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാം. അതുകൊണ്ട് എന്നോട് പറയേണ്ട അമ്മ പാടിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് പാടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചിക്ബിയിൽ വന്നപ്പോഴത്തേനും അവിടെ തിരക്ക് കുറവായിരുന്നു, ആകെ 2-3 ബെഞ്ചിൽ ആളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്ത് അവിടെ വെയിറ്റ് ചെയ്തു. എന്തായാലും വെയിറ്റ് ചെയ്യല്ലേ, എന്നാൽ പിന്നെ ഞാനോർത്ത് കുറച്ച് റൊമാൻസ് ആവാന്ന് ചുമ്മാ എങ്ങനെ ഇരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അമ്പുടും അവിടെ ഇരിക്കുന്നുണ്ട്. അമ്പുടും ഓരോ കുർത്തക്കടൊക്കെ കാട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. നമ്മളിപ്പോൾ കഴിക്കുകയാണെങ്കിൽ ഇവിടെ പോയിട്ടാണ് കേട്ടോ കഴിക്കാറ്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ബ്രോസ്റ്റ് ആണെങ്കിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബർഗറും കൊള്ളായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ബ്രോസ്റ്റൊക്കെ മേടിച്ച് അമ്പുടിന് കൊടുത്തു. പൊതുവേ അമ്പുടിന് കഴിക്കാൻ കൊടുത്തു കഴിയുമ്പോഴത്തേനും എൻ്റെ വിശപ്പൊക്കെ അങ്ങ് പോകും കേട്ടോ. പിന്നെ ഞാനും വിഷ്ണുവിനും അമ്പുടൊക്കെ കഴിക്കാനുള്ളതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഫസ്റ്റ് ആ കണ്ട റൂമും ഇപ്പോൾ ഈ കണ്ട റൂമൊന്നും നിങ്ങൾ വിചാരിക്കും ഇത് കുഞ്ചുസിൻ്റെ റൂമല്ലല്ലോ എന്ന്. അല്ല ഗൈസ്, ഇതെൻ്റെ റൂമല്ല, ഇത് ഞങ്ങളുടെ പഴയ ബെഡ്റൂമാണ്. പുതിയ റൂമിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഈ റൂമിലേക്ക് മാറിയതായിരുന്നു. അതാണ് ഈ റൂം. ആർക്കാ ഇത്? ഇതാർക്കുള്ള?